ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മ്യാൻമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു പഴയ നെയ്റ്റി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പഴയ നെയ്റ്റി തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ പഴയ ചുരിദാർ തയ്ച്ചിട്ട് ബാക്കി വന്ന തുണിയോ അങ്ങനെ എന്ത് തുണി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇത് തയ്ച്ചെടുക്കാനായിട്ട് ഒരു 1/4 മീറ്റർ തുണിയൊക്കെ മതിയാകും. അപ്പോൾ ഞങ്ങളിവിടെ ഒരു പഴയ നെയ്റ്റിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ആ നെയ്റ്റി ഒന്ന് വിടർത്തിയിടുക. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് 13 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കാം. അങ്ങനെ നെയ്റ്റിയുടെ താഴ്ഭാഗത്ത് നിന്ന് 13 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് അതൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിൻ്റെ ബാക്കി പീസ് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് അത് രണ്ടായിട്ടൊന്ന് മടക്കാം. എന്നിട്ട് നമ്മൾ മടക്കിയതിന് ശേഷം ഫോൾഡ് ഉള്ള വശത്ത് നിന്ന് 10 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 10-12 ഇഞ്ച് വരെ നിങ്ങൾക്ക് അടയാളപ്പെടുത്താം. ഞങ്ങളിവിടെ ഇപ്പോൾ ഒരു 10 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 2 സ്ഥലത്ത് നമ്മൾ 10 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു സ്ട്രെയിറ്റ് ലൈനാക്കി വരച്ചതിന് ശേഷം അത് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ നമുക്കിവിടെ 2 പീസ് തുണിയായിട്ട് ഇത് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. പിന്നെ വീതി വന്നിട്ട് 13 ഇഞ്ചുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ചീത്ത വശം മറിച്ചിട്ടതിന് ശേഷം ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പം അതിനു മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരൂ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്നൊരു ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇതിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചതിന് ശേഷം 13 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗം ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം 20 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഒരു ഭാഗം കൂടി തയ്ച്ചെടുക്കുക. പിന്നെ 13 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗവും തയ്ച്ചെടുക്കുക. അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഈ 3 ഭാഗവും ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടാണ് തയ്ച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ നല്ല വശം ഒന്ന് തിരിച്ചെടുക്കാം. നമ്മൾ തയ്ക്കാതെ വിട്ട ഒരു സൈഡ് നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം. നമ്മളിത് നെയ്റ്റി പീസാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ ഒരു മടക്കുണ്ട്. എങ്കിലും ഇതിനുള്ളിൽ അലാസ്റ്റിക് വെക്കാനുള്ളതായതുകൊണ്ട് ഒരു 3/4 ഇഞ്ച് വീതിയിൽ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. എന്നിട്ട് അത് തയ്ച്ച് വരുമ്പോൾ അലാസ്റ്റിക് കയറ്റാനായിട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞങ്ങളിവിടെ 1/4 ഇഞ്ചിൻ്റെ ഒരു അലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് അലാസ്റ്റിക്കാണോ ഉള്ളത് അത് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ 13 ഇഞ്ച് ആദ്യം ഒന്ന് അളവെടുത്തിട്ടുണ്ട്. ഇനി അത് തന്നെ ഇട്ടൊന്നും കൂടി മടക്കി ഒരു 26 ഇഞ്ച് നീളത്തിലുള്ള ഒരു അലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പിൻ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ വിട്ട ഗ്യാപ്പിലൂടെ നമ്മുടെ അലാസ്റ്റിക് ഒന്ന് കയറ്റി കൊടുക്കാം. ഇനി അലാസ്റ്റിക് ഒന്ന് വിട്ടുപോകാതിരിക്കാനായിട്ട് നമുക്കൊരു 5-6 തവണ ഇതിലൊന്ന് തയ്ച്ചെടുക്കാം. പിന്നെ ഒന്ന് ഫിനിഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് തയ്ച്ചെടുക്കാം. നമ്മൾ നേരത്തെ അലാസ്റ്റിക് കയറ്റിയെടുക്കാൻ വേണ്ടി ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ നെയ്റ്റി പീസ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളിവിടെ തയ്ച്ചെടുത്തിരിക്കുന്നത് ഈ മിഷയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കവറാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മെഷീൻ യൂസ് ചെയ്യാത്ത സമയത്ത് ഇത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പൊടിയൊന്നും അധികം പിടിക്കില്ല.
പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻ പെട്ടെന്ന് കേടായി പോകും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു കവർ ഇട്ട് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളിതിൽ ഇലാസ്റ്റിക് വെച്ചതുകൊണ്ട് തന്നെ നല്ല ഫിറ്റായിട്ട് അതിലിരുന്നോളും, പെട്ടെന്നൊന്നും അങ്ങനെ ഊരിപ്പോവുകയൊന്നുമില്ല. തയ്ക്കാൻ അറിയാവുന്ന മിക്കവരുടെയും വീട്ടിൽ തയ്യൽ മെഷീൻ ഉണ്ടാകും. അവരെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് 5 മിനിറ്റ് പോലും വേണ്ട, നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കുക.